അജേഷിൻ്റെ ഈ പറയുന്ന മോണോലോഗ്സും ആ ലോഡ്ജിലെ മോണോലോഗും ഒക്കെ ഭയങ്കര പേഴ്സണലായിരുന്നു. അത് നമുക്ക് അത് എനിക്ക് ചെയ്യണം. കാരണം നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഒരു ബുക്കാണ്, നോവലാണ് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത്, ആൾക്കാർക്കൊരു എക്സ്പെക്റ്റേഷനുണ്ട്. ഫഹദിനെ പോലത്തെ ഒരു ആക്ടറിന് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അവിടെ നിന്നാണ് അവരുടെ ആലോചന തുടങ്ങുന്നത്. അപ്പം അങ്ങനത്തെ നിൽക്കുന്ന ഞാനപ്പോൾ ഇത് ഒരിക്കലും എനിക്ക് ആരെയും എന്നെ തന്നെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രൈമറി കൺസേൺ. മിന്നൽ മുരളി കഴിഞ്ഞ സമയത്ത് മിന്നൽ മുരളി എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ ഇനി തിയേറ്ററിലേക്ക് വിടാൻ പോകണോ, ഞാൻ അയാളെ വിട്ടൊഴിയുന്ന ദിവസം ബേസിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചതിനെ കുറിച്ചൊക്കെ ടോബിയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബേസിൽ അവിടെ ഒരു എന്താ പറയുക ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. മ്യൂസിക്കിൽ എങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരു വളരെ റിലാക്സ്ഡ് ആയ ആംബിയൻസ്, ഒരു ഭയങ്കരമായ ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യപ്പെടരുത്. പല സിനിമയുടെയും കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൂഡ് ഉണ്ടാവില്ല. നിങ്ങൾ പോകുന്ന ഓരോ ഫിലിം മേക്കർക്കും ഓരോ രീതിയായിരിക്കാം. ചിലപ്പോൾ അവിടെയുള്ള ചുറ്റുവട്ടത്തെ പ്രശ്നങ്ങൾ അവിടെ കണക്ട് ചെയ്യാം, ഫിലിം പ്രൊഡക്ഷൻ ആയിട്ടുള്ള സാധനം. ഇതിനിടയിലാണല്ലോ ഈ ക്യാരക്ടറുമായിട്ട് നിങ്ങളുടെ ട്രാവൽ ചെയ്യേണ്ടത്. അപ്പോൾ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ബേസിൽ ഈ രീതിയിലുള്ളൊരു കൈൻഡ് ഓഫ് ഇത്ര ഒരു മെഡിറ്റേഷൻ മൂഡ് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ. വളരെ ശാന്തസുന്ദരമായിട്ട് പോകണം. പക്ഷെ അഭിനയിക്കാൻ പോകുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ആവണമെന്നില്ലല്ലോ. ഓരോ സെറ്റും ഓരോ പോലെയാണ്, ഓരോ ഫിലിം മേക്കറും ഒരേ പോലെയാണ്. അവിടെ നിന്നൊരു ശാന്തതയിൽ നിന്ന് ഈ ക്യാരക്ടറിലേക്ക് പോകണമല്ലോ ഓരോ ക്യാരക്ടറും ചെയ്യുന്ന സമയത്ത്. അത് എത്രത്തോളം ഈസിയാണ്? ഇല്ല, ചില സിനിമകൾക്ക് അത് ഭയങ്കര വർക്കാവും. ഇപ്പോൾ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ലൊക്കേഷനിൽ ഭയങ്കര അലമ്പായിരുന്നു. നസ്രിയയും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഓളമായിരുന്നു. മൊത്തത്തിൽ നമ്മൾ ഷോർട്ട് ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ മാത്രമേ നമ്മൾ മിണ്ടാതിരിക്കുകയുള്ളൂ. ആക്ഷൻ പറയണതിന് തൊട്ട് മുമ്പ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിന് വേറൊരു രസമായിരുന്നു. പക്ഷെ അത് സിനിമയിൽ നമുക്കത് അങ്ങനെ തോന്നില്ല. ക്യാരക്ടർ ഒരു ടെംപ്ലേറ്റ് ഡ്രിവൺ ക്യാരക്ടറാണ് ബേസിക്കലി. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു പക്ഷെ പൊന്മാനിലേക്ക് വരുമ്പോൾ മേ ബി സെറ്റ് കുറച്ചുകൂടെ സീരിയസ് ആയിരുന്നു. ഭയങ്കര സീരിയസ് സെറ്റായിരുന്നു. ജ്യോതിഷേട്ടനാണെങ്കിലും ഇതിൻ്റെ ഒരു ടെൻഷനും പ്രഷറൊക്കെ ആയിട്ട് ഇത് കറക്റ്റായിട്ട് എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. സാനു ചേട്ടനാണെങ്കിലും വേറെ രീതിയിൽ സീരിയസ് ആയിട്ട് തന്നെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ദുവൻ ചേട്ടനാണെങ്കിലും അങ്ങനെ ആ ലൊക്കേഷനിൽ അങ്ങനെ ഭയങ്കര അങ്ങനത്തെ ഒരു ഫണ്ണല്ല. പക്ഷേ അത് ഈ സിനിമയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ അതിൻ്റെ സീരിയസ്നെസ് ആയിട്ട് തന്നെയാണ് ഈ സിനിമ സമീപിക്കേണ്ടതും അതിൻ്റെ ഡ്രാമയ്ക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള വെയിറ്റേജ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിനത് ഗുണം ചെയ്തിട്ടുണ്ട്. ചില സിനിമകൾക്ക് അത് ഗുണം വേറെ രീതിയിൽ ഗുണം ചെയ്യും. ജാനേമനൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ ഭയങ്കര ഓളമായിരുന്നു മൊത്തം സെറ്റ്. ഗുരുവായൂർ അമ്പലനടയിലാണെങ്കിലും ജയജയൊക്കെ ഒന്നും പറയണ്ട. ജയജയൊക്കെ കാരണം നമുക്ക് ഈ പ്രൈമറി ഇന്റൻഷൻ ചിരിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരു ആ മൂഡിൽ തന്നെ അല്ലേ ടോട്ടൽ ആംബിയൻസ് അങ്ങനെ തന്നെ. അപ്പോൾ അതിനനുസരിച്ച് ആ സിനിമയുടെ കളറിനും ആ ഹ്യൂമർ വരും. നമുക്ക് ഇംപ്രോവൈസേഷൻസും ബാക്കി എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ലൊക്കേഷൻ അങ്ങനെ ഫുൾ ഓൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ പറയുന്ന നമുക്ക് ഈ സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നടി എന്നൊക്കെ പറയുന്ന സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ ചിരി വരുന്നുണ്ട്. ഇത് ആൾക്കാരെ അത് ഇവൻച്വലി ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള സീനാണ്. അല്ലാതെ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു അബ്യൂസർ നിന്ന് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ആ സീനിൽ സംസാരിക്കേണ്ടത്. മൊത്തത്തിൽ ആൾക്കാരെ ചിരിപ്പിക്കണം, ചിരിപ്പിക്കുന്ന ഒരു അബ്യൂസർ, ചിരിപ്പിക്കുന്ന ഒരു അബ്യൂസർ. അപ്പൊ ഉള്ളിൽ ചിരിയുണ്ട്. ആ ചിരി ദർശനയ്ക്ക് മനസ്സിലാവും. അപ്പൊ ദർശന ചിരിക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ പ്രത്യക്ഷത്തിൽ ചിരിച്ചില്ലെങ്കിൽ പോലും എന്റെ കണ്ണിലെ ചിരി ദർശനയ്ക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ അതിന് എത്രയോ ടേക്കുകൾ പലതവണ ആ സീനൊക്കെ എടുക്കുമ്പോൾ പോയിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകളുണ്ട്. എന്നാ സമയം കഠിന കടവരമി അണ്ടകടാകം ചെയ്യുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ആ ലൊക്കേഷൻ. കാരണം അച്ഛൻ മരിച്ചു നിൽക്കുന്ന ട്രോമയാണ്. അപ്പോൾ അത് ട്രോമയായിട്ട് തന്നെയാണ് എൻറ്റയർലി സിനിമയുടെ പ്രോസസ്സ്. ചില സിനിമകൾക്ക് അപ്പോൾ ആ പ്രോസസ്സിൽ ഭയങ്കരമായിട്ട് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ പൊന്മാനിലേക്കും ആ അഡ്വാൻറ്റേജ് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര പേഴ്സണലുമാണ് പൊന്മാൻ എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ ഒരു ത്രൂ ഔട്ട് അതിൻ്റെ ഒരു എൻറ്റയർ ജേണി നമ്മൾ എല്ലാ പ്രോസസ്സിലും നമുക്ക് അതിൻ്റെ ഒരു വലിപ്പം വെക്കുന്നത്, ആ സിനിമ വലുതാവുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പൊന്മാൻ അപ്പോൾ ആ രീതിയിൽ ഭയങ്കര പേഴ്സണലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ക്യാരക്ടറും അതെ, അതിൻ്റെ ഒരു എൻറ്റയർ പ്രോസസ്സും അതെ, എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് പൊന്മാൻ. അത് പറഞ്ഞുകൊണ്ട് പറയും, ഇപ്പം അജേഷ് എന്ന് പറഞ്ഞ ഒരാൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരാളുടെ അഡാപ്റ്റഡ് വേർഷൻ ആണല്ലോ അജേഷ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരാളുണ്ടായിരുന്നു. നിങ്ങൾ സഞ്ചരിച്ച ദൂരങ്ങളിൽ, സ്ഥലങ്ങളിൽ കഥാപാത്രമായി ചെയ്യുമ്പോൾ ഇതിൻ്റെ പരിസരങ്ങളിൽ എവിടെയോ മുമ്പ് കാലത്ത് ജീവിച്ചിരുന്ന അവിടെയൊക്കെ ഏതാണ്ട് ഇതേപടി പെരുമാറിയിരുന്ന ഇടപെട്ടിരുന്ന ഒരാളാണല്ലോ. അങ്ങനെ ഒരാളെയാണ് ചെയ്തത്. മുമ്പ് അങ്ങനെ അത്രയും അഡാപ്റ്റേഷൻ സ്വഭാവം ആരും ചെയ്തിട്ടില്ല ബേസിൽ. ആദ്യത്തെ സമയം ആ ക്യാരക്ടറിലേക്ക് കയറുന്ന ഒരു ദിവസവും അവിടുന്ന് ഇറങ്ങിപ്പോകുന്നൊരു ദിവസം ഉണ്ടല്ലോ, ഈ പാക്കപ്പ് പറഞ്ഞ് ബേസിൽ എൻ്റെ കൂടെ ആളില്ല എന്നുള്ളത്. അതേതെങ്കിലും തരത്തിലൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സാധനമാണോ ആക്ടർ എന്നുള്ളത്? എൻറ്റയർ പ്രോസസ്സിൻ്റെ സമയത്ത് അജേഷ് എനിക്ക് ഭയങ്കര പേഴ്സണലായിരുന്നു. അതിലൊരു സംശയമില്ല. ഈ പറയുന്ന ലൊക്കേഷനിൽ അജേഷിൻ്റെ ഈ പറയുന്ന മോണോലോഗ്സും
ആ ലോഡ്ജിലെ മോണോലോഗും ഒക്കെ ഭയങ്കര പേഴ്സണലായിരുന്നു. അത് നമുക്ക് അത് എനിക്ക് ചെയ്യണം. കാരണം നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഒരു ബുക്കാണ്, നോവലാണ് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത്, ആൾക്കാർക്കൊരു എക്സ്പെക്റ്റേഷനുണ്ട്. ഫഹദിനെ പോലത്തെ ഒരു ആക്ടറിന് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അവിടെ നിന്നാണ് അവരുടെ ആലോചന തുടങ്ങുന്നത്. അപ്പം അങ്ങനത്തെ നിൽക്കുന്ന ഞാനപ്പോൾ ഇത് ഒരിക്കലും എനിക്ക് ആരെയും എന്നെ തന്നെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രൈമറി കൺസേൺ. അപ്പോൾ പിന്നെയാണ് ഇവരെയൊക്കെ ഡിസപ്പോയിന്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്, എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ആ ബേർഡൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് അത്രയും പേഴ്സണലായിട്ടാണ് ഞാൻ അതിന് ഈ പറയുന്ന എല്ലാ രീതിയിലും അതിനെടുത്തത്, ആ ക്യാരക്ടറിനെയും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സീനുകൾക്കും അത് ആ ബേർഡൻ പേറിക്കൊണ്ട് തന്നെ, എന്നാൽ അതിന് മാക്സിമം ഉള്ളിൽ നിന്ന് തന്നെയാണ് ഫീൽ ചെയ്തിട്ട് തന്നെയാണ് എല്ലാ സീനുകളും ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പോരാൻ നേരത്ത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു നമുക്ക് എന്താ പറയുക, ആ ക്യാരക്ടർ പിന്നെയും കുറച്ച് ദിവസം എന്നെ ഹോണ്ട് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ആ ഷൂട്ട് പാക്കപ്പ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ കുറേ ടൈം ലൈനുകളുടെയൊക്കെ ഷെഡ്യൂളുകളുടെയൊക്കെ പ്രശ്നം കൊണ്ടായിരിക്കാം ഇമ്മീഡിയറ്റ്ലി എനിക്ക് അടുത്ത ജോലിയിലേക്ക് പോകേണ്ട, വേറൊരു രീതിയിലേക്ക് പ്രയോറിറ്റി ഫോക്കസ് ചെയ്യേണ്ട പോലത്തെ സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു സ്ക്രിപ്റ്റ് നരേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു വേറെ തന്നെ സ്ക്രിപ്റ്റിലേക്ക് നേരെ ഇത് ബാക്കപ്പ് കഴിഞ്ഞാൽ അന്ന് തന്നെ പെട്ടെന്ന് തന്നെ അടുത്തയിലേക്ക് കയറേണ്ട പോലത്തെ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ ചിലപ്പോൾ ആ ക്യാരക്ടറൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ എവിടെയെങ്കിലേക്ക് പോയി റിലാക്സ് ചെയ്ത് ഒരാഴ്ചയൊക്കെ ബ്രേക്ക് എടുത്തിട്ടൊക്കെ ഉള്ള സാഹചര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഹോണ്ടിങ് ഒക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻറ്റയർലി വെരി ഓണസ്റ്റ് ആയിട്ട് തന്നെയാണ് ആ ക്യാരക്ടറിനെ സമീപിച്ചത്. ഈ സിനിമകളിൽ ഏറെയും തിയേറ്ററിൽ നിന്ന് കാണുന്നുണ്ടല്ലോ, മൾട്ടിപ്പിൾ ടൈംസ് കാണുന്നുണ്ട്. ഈ ക്യാരക്ടർ തിയേറ്ററിലേക്ക് കാണുന്ന സമയത്ത് ഇപ്പോൾ ബേസിലിൻ്റെ ക്യാരക്ടറിൻ്റെ നല്ലൊരു ശതമാനം പ്രത്യേകം ഇതെല്ലാം റിലേറ്റബിൾ ആണ്. പക്ഷെ ഇതൊന്നും ബേസിലിനോട് ഏതെങ്കിലും തരത്തിൽ ബേസിലുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ടുള്ളൊരു ക്യാരക്ടറല്ല. ബേസിലുമായിട്ട് അങ്ങനെ ഒരു കണക്ടിവിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഇവരെയൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ ഏത് രീതിയിൽ, ഇപ്പോൾ രാജേഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ് ഫണ്ണായിട്ട് ഏത് രീതിയിലാണ് ബേസിൽ വാച്ച് ചെയ്യുക? ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വാച്ച് ചെയ്യുക ഇവരെ? എനിക്ക് ആ ക്യാരക്ടേഴ്സായിട്ട് ഇപ്പോൾ ജോയ്മോൻ എനിക്ക് കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് ചില ഏരിയയിലൊക്കെ. ഈ പറയുന്ന ജോയ്മോനെ പോലെ ഒറ്റപ്പെട്ട ഒരാളൊന്നും അല്ല ഞാൻ, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എന്നാൽ പോലും ജോയ്മോൻ്റെ ഒരു മാനറിസവും കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊരു ജോയ്, അത് എനിക്ക് ഒരുപാട്, കാരണം അതിൽ പിന്നെ അങ്ങനെ നമ്മളങ്ങ് അഴിച്ചു വിട്ടിരിക്കുക ജോയ്മോനെ. ചിദംബരം അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് ഫീഡ്ബാക്ക്സ് തരും, അച്ഛൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ജോയ്മോനെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ മോസ്റ്റ്ലി നമ്മളൊക്കെ തന്നെയായിരിക്കും. പിന്നെ എനിക്ക് ആ മുമ്പത്തെ സിനിമയുടെ ഒരു ബേർഡൻ ഇല്ല. ആ സിനിമ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുന്നതിനൊന്നും. പക്ഷേ ബാക്കി സിനിമകൾക്ക് കാണുമ്പോൾ ഇപ്പോൾ രാജേഷൊക്കെ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ എനിക്ക് ഹൈലി സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. ഇപ്പം ചില ക്യാരക്ടേഴ്സ് നമുക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, നമുക്ക് ഇച്ചിരി കൂടെ നന്നാക്കായിരുന്നു എന്ന് എപ്പോഴും തോന്നാറുണ്ട്.